പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും CPM നടന്നൊടുങ്ങിയ വഴികളിലൂടെ തന്നെയാണോ കേരളത്തിലെ CPM-ഉം ഇപ്പോൾ സഞ്ചരിക്കുന്നത്? കേരള രാഷ്ട്രീയം വളരെ താല്പര്യപൂർവ്വം ചർച്ച ചെയ്യുന്ന ഒരു ചോദ്യമാണിത്. ആ പാർട്ടിയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന സമാനതകളില്ലാത്ത, നേരത്തെയും പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നേതൃത്വത്തിനെതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കടന്നാക്രമണം, സമാനതകളില്ലാത്ത ആന്തരിക സംഘർഷം, അതിന്റെ സൂചനകളാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നേതൃത്വം പറയുന്നത് അപ്പടി അച്ചട്ടായിട്ട് അണികൾ അനുസരിക്കുന്നതാണ് CPM-ന്റെ നടപ്പുശീലം. എന്നും അത് അങ്ങനെ തന്നെയായിരുന്നു. നേതൃത്വം എന്ത് കൽപ്പിക്കുന്നു അത് അണികൾ അനുസരിക്കണം. ഒന്നിനൊരു മറുചോദ്യം പാടില്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തന ശൈലി. പണ്ട് തൊട്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായതിനു ശേഷമുള്ള ചരിത്രം, പാർട്ടിയുടെ ചരിത്രം അത് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. P. കൃഷ്ണപിള്ളയും അതുപോലെ തന്നെ EMS-ഉം ഒക്കെ അവരുടെ അതീശത്വം അണികളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്നവരാണ്. അതിലവർ യാതൊരു വിട്ടുവീഴ്ചയും നടത്തിയിരുന്നില്ല. AK ഗോപാലൻ പോലും ഈ കൂട്ടുകെട്ടിനെതിരെ, P. കൃഷ്ണപിള്ള EMS കൂട്ടുകെട്ടിനെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് മറുതലിച്ചുപോയി മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയിട്ടുണ്ട്. ആ ചരിത്രമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. വളരെ കർക്കശക്കാരനായിരുന്നു P. കൃഷ്ണപിള്ള. അദ്ദേഹത്തെ പറ്റി AKG പറഞ്ഞിട്ടുള്ളത് തിയറി പറഞ്ഞ് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ തെറി പറഞ്ഞ് നേടും എന്നായിരുന്നു. പിന്നീട് പാർട്ടിയുടെ ഉന്നതങ്ങളിൽ ധാരാളം നേതാക്കൾ വന്നു. പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിഭാഗീയത ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ പോലെ നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം, സ്ഥാനാർത്ഥി നിർണയം പോലെയുള്ള കാര്യങ്ങളിൽ പണ്ടൊക്കെ ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അണികള് യാതൊരു ചോദ്യവും കൂടാതെ അവരെ ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു ശീലം. ഇന്നത് മാറിയിരിക്കുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ നോക്കുന്നു, അതിനെ എതിർക്കുന്നു. അതുപോലെ തന്നെ പാർട്ടി ഹൈജാക്ക് ചെയ്ത ആളുകളെ കൊണ്ട് സമുന്നതരായ നേതാക്കളെ അപമാനിക്കുന്നു. അപമാനത്തിന് ഇരയായവര് അതിനെ പ്രതിരോധിക്കുന്നു. ഇതൊക്കെ സമാനതകളില്ലാത്തതാണ്. MVR-ന്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹം പാർട്ടിയിൽ കലാപം ഉണ്ടാക്കിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അധികാരത്തിലെത്താനുള്ള ഒരു മാർഗം നിർദ്ദേശിച്ചതിന്റെ പേരില്ല. അത് ബദൽ രേഖയായി അദ്ദേഹം പുറത്താകുന്നു. ഗൗരിയമ്മ ഇടയുന്നു, EMS-നോടൊക്കെ ഇടയുന്നു. അങ്ങനെ ഗൗരിയമ്മ പുറത്തു പോകുന്നു. ഇതൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ പറഞ്ഞല്ലോ, പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും എന്താണോ CPM-ന് സംഭവിച്ചത്, എന്താണോ അതിന്റെ അടിത്തറ തകർന്നു പോകാൻ കാരണമായത്, പാർട്ടി കോട്ടകളിലെ വിള്ളൽ സൃഷ്ടിച്ചത് എന്താണോ, അതൊക്കെ ഏതാണ്ട് അതേ ഭാവത്തിൽ, രൂപത്തിൽ ഇന്ന് കേരളത്തിലെ പാർട്ടിയിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് നയപരമായ കടുംപിടുത്തങ്ങളുണ്ട്, സൈദ്ധാന്തിക പിടിവാശികളുണ്ട്, നേതൃത്വം അടിച്ചേൽപ്പിക്കുന്ന അനിഷേധ്യത, അതൊക്കെ പാർട്ടിയിലുണ്ട്. പക്ഷെ മൊത്തത്തിൽ പാർട്ടി ഒരിക്കലും പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിനോ അല്ലെങ്കിൽ തൊഴിലാളി വർഗ താല്പര്യങ്ങൾക്കോ എതിരായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ല. ഇന്ന് പാർട്ടി സമൂലം മാറിയിരിക്കുകയാണ്. ഒരാളിലേക്ക് അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നു. പാർട്ടി ആയാലും പാർട്ടി നയിക്കുന്ന സർക്കാരായാലും. പിണറായി വിജയൻ, അദ്ദേഹം പറയുന്നത് മാത്രമേ ഇപ്പോൾ പാർട്ടിയിൽ നടക്കുകയുള്ളൂ. അഖിലേന്ത്യാ തലത്തിൽ പോലും പിണറായി പറയുന്നതിനപ്പുറത്തൊരു തീരുമാനമെടുക്കാൻ കേന്ദ്ര കമ്മിറ്റിക്ക് അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയ്ക്ക് സാധിക്കില്ല. കേരള പാർട്ടിയുടെ ഒരു സാമന്ത ഘടകമാണോ ദേശീയ പാർട്ടി അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി എന്നുപോലും സംശയം ഉളവാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. പിണറായി കൽപ്പിക്കുന്നു, പാർട്ടി അനുസരിക്കുന്നു, അണികളത് ശിരസ വഹിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ CPM. അങ്ങനെയാണ് CPM-ലെ കമ്മ്യൂണിസം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആശയപരമായ കാര്യങ്ങളിൽ പോലും നമുക്കറിയാം BJP-യോടുള്ള സമീപനത്തിന്റെ കാര്യത്തിൽ CPM-ന് സുചിന്തിതമായിട്ടുള്ളൊരു അഭിപ്രായമുണ്ട്. പക്ഷെ അതൊന്നും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ബാധകമേ അല്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പല കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇടപാടുകൾ, കേന്ദ്ര ഗവൺമെന്റുമായുള്ള ഇടപാടുകൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എല്ലാവരും കേസിൽ അദ്ദേഹം 40 തവണ സുപ്രീം കോടതിയിൽ പരിഗണനയ്ക്കായിട്ട് വന്നു. അദ്ദേഹത്തെ കൂടി ആ കേസിൽ പ്രതി ചേർക്കണം എന്നുള്ളതാണ് ആ കേസിലെ ആവശ്യം. പക്ഷെ 40 തവണ അത് സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്നപ്പോഴും എതിർകക്ഷിയായ CBI-യുടെ അസൗകര്യം പ്രമാണിച്ച് അത് മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയതാണ്. അദ്ദേഹത്തെ ആ കേസിൽ പ്രതി ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു നിമിഷം അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റില്ല. അത് നേരത്തെ തന്നെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ കോടതി തീരുമാനിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം എന്തേ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പോകുമായിരുന്നു. പക്ഷേ 40ഓളം തവണ ആ കേസ് മാറ്റി വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകളുടെ പേരിലുള്ള എക്സാലോജിക് കേസ്, കരിമണൽ, അതായത് മാസപ്പടി, നമുക്കെല്ലാം അറിയാവുന്നതാണ്. അത് അന്വേഷണത്തിൽ കാര്യങ്ങൾ തെളിഞ്ഞതാണ്. പക്ഷേ തുടരന്വേഷണം വളരെ മന്ദഗതിയിലാണ് പോകുന്നത്. അതിൽ 2 കുറ്റപത്രങ്ങൾ സമർപ്പിക്കേണ്ടടുത്ത് ഒരെണ്ണമേ സമർപ്പിച്ചിട്ടുള്ളൂ. മറ്റേത് ഇതുവരെ ചെയ്തിട്ടില്ല. അത് അങ്ങനെ പോവുകയാണ്. PMCയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? അത് കേന്ദ്രം പറയുന്നതനുസരിച്ച് നടപ്പാക്കാനായിട്ട് മന്ത്രിസഭയോ ഇടതുമുന്നണിയോ പാർട്ടിയോ അറിയാതെ പിണറായി വിജയൻ
തീരുമാനിച്ചു. ഇതൊക്കെ ചില ഉദാഹരണങ്ങളാണ്. കേരളത്തിലെ പാർട്ടിയും കേരള സർക്കാരും കേന്ദ്രത്തിലെ BJPയും കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തി നിർത്തുന്നതിന് അദ്ദേഹം ചില പാലങ്ങൾ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ആ പാലത്തിലൂടെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത്. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കോളൂ. പിണറായി വിജയന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് കേന്ദ്രത്തിലെ BJP സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധിയാണ്, കടമെടുക്കാൻ അനുവദിക്കുന്നില്ല, അങ്ങനെ ചില്ലറ പരാതികൾ പറയുന്നതല്ലാതെ കേന്ദ്രത്തിലെ എല്ലാ തീരുമാനങ്ങളും പിണറായി വിജയന്റെ സർക്കാരിനും അനുകൂലമാണ്. വർത്തമാനത്തിൽ മാത്രമാണ് അവര് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 23 ദിവസം മാത്രമാണ് പ്രചാരണത്തിന് ലഭിക്കുന്നത്. അതിൽ തന്നെ 5 ദിവസം റംസാനും വിശുദ്ധ വാര ആഘോഷവുമായിട്ട് പെസഹ, ദുഃഖവെള്ളി, ദുഃഖശനി, ഉയർപ്പ് ഞായറാഴ്ച അങ്ങനെ അങ്ങ് പോകും. ഇത് UDFനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അസൗകര്യമായ ഒരു തീരുമാനമാണ്. ഇത് CPMന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇത് പിണറായി വിജയന്റെ താല്പര്യം അനുസരിച്ച് ചെയ്തതാണെന്ന വാദം പോലും ഇപ്പോഴുണ്ട്. അതാണ് BJPയോടുള്ള നയത്തിന്റെ കാര്യത്തിൽ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും കേരള പാർട്ടിയും അനുവർത്തിച്ചു പോരുന്നത്. അത് കേന്ദ്രത്തിന്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ്. പക്ഷെ അതിനെ ഒന്നും ചോദ്യം ചെയ്യാൻ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന് പോലും സാധിക്കുന്നില്ല. കാരണം പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പാർട്ടിയിൽ പിണറായിയുടെ വളരെ ജൂനിയറാണ്. അദ്ദേഹം പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. കേരളത്തിലെ പാർട്ടി നോക്കൂ. ഇവിടെ MV ഗോവിന്ദൻ മാഷ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം പിണറായി പറയുന്നത് അനുസരിക്കുന്ന ഒരു ദളവ മാത്രമാണ്, അല്ലാതെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമില്ല. പണ്ടൊക്കെ മുഖ്യമന്ത്രിമാരെ തിരുത്താൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്കൊക്കെ സാധിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു അക്ഷരം, അങ്ങനെ ഒരു വാക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ പറയാൻ പാടില്ല. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അത് സർക്കാർ വിരുദ്ധ മനോഭാവത്തിന്റെ ഫലമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അല്ല എന്ന് പിണറായി തീരുമാനിച്ചു. അതനുസരിച്ച് അല്ല എന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും തീരുമാനിച്ചു. അതാണ് ഇവിടെ നടക്കുന്ന രീതി. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിനെതിരെ അതിശക്തമായ ആരോപണങ്ങളുമായി, കുറ്റാരോപണങ്ങളുമായി, ഒരിക്കലും ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാവിനെതിരെ ഉണ്ടാവാത്ത രീതിയിലുള്ള ആരോപണങ്ങളുമായിട്ട് TK ഗോവിന്ദൻ എന്ന് പറയുന്ന കണ്ണൂരിലെ ഏറ്റവും മുതിർന്ന ഏതാണ്ട് 50 വർഷമായിട്ട് പാർട്ടിയോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന, അംഗമായി പ്രവർത്തിക്കുന്ന നേതാവ് രംഗത്ത് വന്നിരിക്കുകയാണ്. തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ PK ശ്യാമളയെ CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ തീരുമാനിച്ചതിനെ തുടർന്നാണ് ഈ പൊട്ടിത്തെറി അല്ലെങ്കിൽ കണ്ണൂർ കലാപം സംജാതമായിരിക്കുന്നത്. TK ഗോവിന്ദൻ അവിടെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. ശ്യാമള പാർട്ടിക്കാരനാണ്, DYFI മുതൽ പ്രവർത്തിച്ചു വന്ന ആളാണ്, ആന്തൂർ മുനിസിപ്പൽ ചെയർമാനായിരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ MV ഗോവിന്ദൻ മാഷ് അവിടെ 3 തവണ MLA ആയിരുന്നു. അദ്ദേഹം ഒഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വരട്ടെ. ആ ഒരു തീരുമാനം വന്നപ്പോഴാണ് പാർട്ടിയിൽ കലാപം ഉണ്ടാവുന്നത്. അത് വലിയ കള്ളക്കളികളിലൂടെയാണ് നേടിയെടുത്തത് എന്നാണ് ഇപ്പോൾ TK ഗോവിന്ദൻ പറയുന്നത്. ജില്ലാ സെക്രട്ടറി രാകേഷ് അടക്കമുള്ളവര് ആ കള്ളക്കളിക്ക് കൂട്ടുനിന്നു. അതുപോലെ TK ഗോവിന്ദൻ പറയുന്നത് KK ശൈലജയെയും P ജയരാജനെയും MB ജയരാജനെയും പാർട്ടിയിൽ ഒതുക്കാനുള്ള വളരെ സംഘടിതമായ ശ്രമങ്ങൾ നടന്നുവെന്നാണ്. ഇപ്പൊ ഗോവിന്ദനെതിരായിട്ട് വർഗവഞ്ചകൻ എന്നൊക്കെ പറഞ്ഞ് MB ജയരാജൻ വന്നിട്ടുണ്ട്. പക്ഷെ പാർട്ടിക്കുള്ളിൽ നടന്ന കാര്യങ്ങൾ, പാർട്ടി രഹസ്യങ്ങൾ, അതാണ് ഇപ്പോൾ ഗോവിന്ദൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആന്തൂരിലൊരു പ്രവാസി വ്യവസായി സാജൻ ആത്മഹത്യ ചെയ്ത കാര്യം, അദ്ദേഹം ഒരു കൺവെൻഷൻ സെന്റർ പണിതു, അതിന് ലൈസൻസ് കൊടുക്കാതെ സാജനെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ശ്യാമള ചെയർപേഴ്സൺ ആയിരുന്ന ആന്തൂർ മുനിസിപ്പാലിറ്റി ചെയ്തത്. അതേക്കുറിച്ച് വലിയ പരാതിയും വലിയ കോലാഹലങ്ങളും ഉണ്ടായതാണ്. പക്ഷെ അവസാനം പാർട്ടി നിശ്ചയിച്ച കമ്മീഷൻ, അതുപോലെ തന്നെ പാർട്ടിയുടെ താല്പര്യക്കാരായ പോലീസുകാർ നടത്തിയ അന്വേഷണം, അതിലൂടെയൊക്കെ ശ്യാമളയെ കുറ്റ വിമുക്തിയാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഗോവിന്ദൻ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട പല രേഖകളും ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു എന്നാണ്. പാവം ഗോവിന്ദൻ മാഷ് അദ്ദേഹം നോക്കുമ്പോൾ എന്താ, നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി, നേരത്തെ ദീർഘകാലം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആള്, അദ്ദേഹം തന്റെ മരുമകനെ MLA ആക്കുന്നു, അപ്പൊ തന്നെ മന്ത്രിയാക്കുന്നു, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവരുന്നു. മറ്റൊരു നേതാവ് A വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അദ്ദേഹം തന്റെ ഭാര്യയെ കഴിഞ്ഞവിടെ മത്സരിപ്പിക്കുന്നു, ആദ്യമായിട്ട് MLA ആകുന്ന ഭാര്യ മന്ത്രിയാകുന്നു. അപ്പൊ ഗോവിന്ദൻ മാഷ് വിചാരിച്ചു, എന്നാ പിന്നെ എന്റെ ഭാര്യയ്ക്ക് എന്താ കുഴപ്പം, ഞാൻ വിവാഹം കഴിക്കുമ്പോൾ തന്നെ അവർ DYFI അംഗമാണ്, കേഡറാണ്, അങ്ങനെയുള്ള ഒരാളിനെ ഞാൻ സെക്രട്ടറി ആയിരിക്കുമ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് MLA ആക്കുക, ഭൂരിപക്ഷം കിട്ടിയാൽ മന്ത്രിയാക്കുക, അങ്ങനെ ചിന്തിച്ചെന്നേ ഉള്ളൂ. ആ വഴിക്കൊന്ന് ആലോചിച്ചു പോയി. അതിന്റെ ഫലമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ പിണറായി വിജയൻ എന്തിന് കൂട്ടുനിന്നു എന്നാണ് TK ഗോവിന്ദൻ ചോദിക്കുന്നത്. ആ ചോദ്യം വളരെ വിശാലമായ അർത്ഥ തലങ്ങൾ ഉള്ളതാണ്. അദ്ദേഹം MV ഗോവിന്ദൻ മാഷിന് നേരെ കടന്നാക്രമണം നടത്തുമ്പോൾ അതിലെ ശരങ്ങൾ ചെന്നുകൊള്ളുന്നത് പിണറായി വിജയനെ കൂടിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ ഈ പാർട്ടിക്ക് സംഭവിച്ച ജീർണതകളുടെ നേർക്കാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്,
പിണറായി വിജയന്റെ ഏകഛത്രാധിപത്യത്തിനെതിരെ ആളുകൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു പാർട്ടിക്കുള്ളിൽ എന്നുള്ളതാണ്. നേരത്തെ പയ്യന്നൂരിലുണ്ടായ വി കുഞ്ഞികൃഷ്ണന്റെയും അതിനുശേഷം ആലപ്പുഴയിലെ ജി സുധാകരന്റെയും ഒക്കെ കലാപാഹ്വാനം അത് പിണറായി വിജയന്റെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്യലാണ്. അതിനോട് ചേർത്ത് വേണം നമ്മൾ ടി കെ ഗോവിന്ദന്റെ നിലപാടിനെ വായിക്കേണ്ടത്. പാലക്കാട് ജില്ലയിലെ പി കെ ശശിയുമായോ മലമ്പുഴയിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന വി എസിന്റെ മുൻ പി എ സുരേഷിനെ ഒക്കെ ആയിട്ടോ ഇതിനെ താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ഇത് പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി, പാർട്ടി തകർന്നു പോകാതിരിക്കുന്നതിന്, പാർട്ടിയെ സംരക്ഷിച്ചു നിർത്തുന്നതിന് ആവശ്യമായ ചില നിലപാടുകളാണ് ഇവരൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകരുടെ ചോര തിളപ്പിക്കാവുന്ന രക്തസാക്ഷി ഫണ്ടിന്റെ വെട്ടിപ്പ് അത് തട്ടിയെടുത്തതാണ് പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച പ്രശ്നം. ഇതൊന്നും ഒരിക്കലും CPM-ൽ നടക്കുന്നതല്ല. രക്തസാക്ഷികളെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന പാർട്ടിയാണ് CPM. പക്ഷെ ഒരു രക്തസാക്ഷിയുടെ പേരിലുള്ള ഫണ്ട് പോലും തട്ടിച്ചെടുത്തുവെന്നാണ് കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചത്. അതുപോലെ ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ CPM-ന് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഒരു അഴിമതി ആരോപണങ്ങളും നേരിടാതിരുന്നിട്ടും പാർട്ടിയെ ഒരിക്കലും ധിക്കരിക്കാതിരുന്നിട്ടും പാർട്ടിയെ ഇപ്പോൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ആളുകളിൽ നിന്നുണ്ടായ അപമാനത്തിന്റെ പേരിലാണ് സുധാകരനും മറ്റും രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിന്റെ എല്ലാം മൂല കാരണം അല്ലെങ്കിൽ കാരണഭൂതർ എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയന് എങ്ങനെയാണ് ഈ പാർട്ടിയെ മാറ്റിയെടുത്തത്? ആ മാറ്റങ്ങളാണ് ഇതിനൊക്കെ കാരണമായിരിക്കുന്നത്. ഇവിടെ പാർട്ടി താല്പര്യങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളി വർഗ താല്പര്യങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. പിണറായി വിജയൻ എന്ത് പറയുന്നു, എന്ത് നിർദ്ദേശിക്കുന്നു, എന്താണ് അദ്ദേഹം മനസ്സിൽ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത്, അതനുസരിച്ച് പാർട്ടിയെ കൊണ്ടുപോകുന്ന ശൈലി, അതിനെതിരെയുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ പല സമീപനങ്ങളിലും മാറ്റം വന്നിരിക്കുകയാണ്. ഇന്ന് പാർട്ടിയുടെ നേതൃത്വം ചെങ്ങാത്ത മുതലാളിത്തത്തിന് ഒപ്പമാണ്. തൊഴിലാളി വർഗമല്ല അവരുടെ സുഹൃത്തുക്കള് അല്ലെങ്കിൽ അവരുടെ അനുയായികള്. സമൂഹത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാർക്ക് വേണ്ടിയാണ് ആ പാർട്ടി ഇന്ന് നിൽക്കുന്നത്. അവരുമായിട്ടാണ് നേതാക്കൾക്ക് ഏറ്റവും വലിയ അടുപ്പമുള്ളത്. വികസനത്തിന്റെ പേരിൽ എല്ലാ സൗകര്യങ്ങളും എല്ലാം ഈ മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കുന്ന സമീപനമാണ് ഇന്ന് CPM വെച്ചു പുലർത്തുന്നത്. അതിൽ പ്രതിഷേധമുള്ളവര്, അതിനെ എതിർക്കുന്നവര് ഒരു വലിയ വിഭാഗം കേരളത്തിലെ പാർട്ടിയിലുണ്ട്. അവരുടെ പ്രതിനിധികളാണ് ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ജി സുധാകരനും ഒക്കെ. അതാണ് ഈ പാർട്ടിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. എംബ്രാൻ അല്പം കട്ടുപയോഗിച്ചാല് എംബ്രാന്റെ കീഴിൽ നിൽക്കുന്നവരെല്ലാവരും കക്കുവെന്ന് ഒരു ചൊല്ലുണ്ട്. അത് തന്നെയാണ് ഇപ്പം കേരളത്തിലെ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ താഴെ ഘടകങ്ങളുടെ പ്രവർത്തനം പരിശോധിക്കുകയാണെങ്കിൽ നാട്ടിൽ നടക്കുന്ന എല്ലാ തെറ്റായ സാമ്പത്തിക ഇടപാടുകളുടെയും പിന്നിൽ ഈ പ്രാദേശിക നേതൃത്വമുണ്ട് എന്ന് കാണാൻ സാധിക്കും. വലിയ ഭൂമി ഇടപാടുകൾ, പുതിയ ബിസിനസ് സംരംഭങ്ങളെ ഇൻവെസ്റ്റ്മെന്റുകൾ, അല്ലെങ്കിൽ ക്വാറി പോലെയുള്ള ബിസിനസ്സുകൾ, അങ്ങനെ പണം കായ്ക്കുന്ന എല്ലാ പുതിയ സംവിധാനങ്ങളുടെയും പിന്നിൽ അതിനൊപ്പം ഇവരുണ്ട്, ഈ നേതാക്കളുണ്ട്. പല പ്രാദേശിക നേതാക്കളും ഇന്ന് മറ്റാരെക്കാളിലും സമ്പന്നന്മാരാ. ഗൾഫിലോ അമേരിക്കയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ പോയി പണം സമ്പാദിച്ചു വരുന്നതിനേക്കാൾ നല്ല സാമ്പത്തിക സ്ഥിതിയാണ് ഈ പല നേതാക്കൾക്കുമുള്ളത്. ഇവരുടെ അനുവാദം കൂടാതെ ഒരു സാമ്പത്തിക ഇടപാടുകളും താഴെത്തട്ടിൽ നടക്കാൻ അനുവദിക്കുകയില്ല. പലപ്പോഴും അവരുടെ ഒരു ശൈലി എന്ന് പറയുന്നത് ഈ ബിസിനസിന്റെ ഒരു ഷെയർ, പങ്കാളിത്തം, അത് വാങ്ങിയെടുക്കുക എന്നുള്ളതാണ്. കഷ്ടപ്പെട്ട് പണിയെടുത്ത് പണം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നവര് തുടങ്ങുന്ന ബിസിനസിന്റെ ഷെയർ ഒരു പണിയും ചെയ്യാതെ വിയർപ്പൊഴുകാതെ നിൽക്കുന്ന പാർട്ടി നേതാക്കൾക്ക് വേണം. ആന്തൂരിലെ പ്രവാസി വ്യവസായിയുടെ കൺവെൻഷൻ സെന്ററിന്റെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത് എന്നാണ് പലരും പറയുന്നത്. 3-4 സീറ്റുകളില് CPM-ൽ നിന്ന് ഏതെങ്കിലും വിമത സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം. അത് തെരഞ്ഞെടുപ്പിലെ ആ സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിരിക്കാം. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് CPM എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ ചില തിരിച്ചറിവുകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വ്യക്തിയല്ല പാർട്ടിയാണ് വലുത് എന്ന പഴയ സമ്പ്രദായത്തിലേക്ക് തിരിച്ചു പോകാൻ കുറെ പേരെങ്കിലും തയ്യാറായിരിക്കുന്നു. വ്യക്തികളുടെ തീട്ടൂരങ്ങൾ അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാതെ അനുസരിക്കേണ്ടതല്ല എന്ന ബോധ്യം പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് വന്നിരിക്കുന്നു. അവരൊക്കെ കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ളവരാ. 4, 5, 6 സീറ്റ് BJPക്ക് കൊടുത്താൽ തന്നെ നമുക്ക് മൂന്നാമതൊരു ഭരണം കിട്ടുമെങ്കിൽ, പിണറായിക്ക് 3-ാം തവണ മുഖ്യമന്ത്രിയാകാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് എന്ന ചിന്ത, BJPയുമായിട്ടുള്ള അന്തർധാര, രഹസ്യ സഹകരണം, അതിനെ ഏർക്കുന്ന ഒരു വലിയ വിഭാഗം ഇപ്പോഴ് പാർട്ടിക്കുള്ളില് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് പാർട്ടി സഖാക്കള് ചോരയും നീരും നൽകി കെട്ടിപ്പടുത്ത ഈ പ്രസ്ഥാനം, ഈ സംവിധാനം, അത് പിണറായി വിജയന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഇല്ലാതാക്കി കളയാൻ ഉള്ളതല്ല എന്ന ചിന്ത പാർട്ടിയിൽ വലിയ തോതിൽ പ്രബലമായിക്കൊണ്ടിരിക്കുന്നു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും.